Disclaimer. Investments and ideas discussed or expressed in this channel may not be suitable for all investors. Investors must make their own investment decisions based on their specific investment objectives and financial position only after consulting such SEBI-certified financial advisors as may be necessary. Welcome to my YouTube channel. ഇന്നാണ് അജാക്സ് കോൺക്രീറ്റ് ലിമിറ്റഡ് അതിൻ്റെ അജാക്സ് എന്ന കമ്പനിയുടെ IPO സ്റ്റാർട്ടാവുന്ന ദിവസമാണെന്ന്. ഈ കോൺക്രീറ്റിൻ്റെ മെഷീനറീസ് മാനുഫാക്ചറിങ് കമ്പനിയാണ്. കോൺക്രീറ്റ് ഉപകരണങ്ങളും അതിൻ്റെ സൊല്യൂഷനും സമഗ്രമായി പ്രവർത്തിക്കുന്നു. സെൽഫ് ലീഡിങ് കോൺക്രീറ്റ് മിക്സ്ചേഴ്സ്, ബാച്ചിങ് പ്ലാന്റ്സ്, ബൂം പമ്പ്സ്, കോൺക്രീറ്റ് പ്രൊഡക്ഷൻസ്, ട്രാൻസിസ്റ്റ് മിക്സ്ചേഴ്സ്, സെൽഫ് പ്രൊപ്പൽഡ് ബൂം പമ്പ്സ്, ഇതൊക്കെയാണ് അവർ മാനുഫാക്ചർ ചെയ്യുന്നത്. 3D കോൺക്രീറ്റ് പ്രിൻ്റർസും അവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. 110ഓളം അവർ തന്നെ ഈ കോൺക്രീറ്റ് എക്യുപ്മെൻറ്റ്സിന് ഡെവലപ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് 10 കൊല്ലമായിട്ട് അവർ ഡെവലപ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ എക്യുപ്മെൻറ്റ്സ് അധികം ഉപയോഗിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ പ്രൊജക്ട്സിൽ, ഇറിഗേഷൻ പ്രൊജക്ട്സിൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സിലൊക്കെയാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഇപ്പോൾ ഈ ബജറ്റിലടക്കം വളരെ കൂടുതൽ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കോൺക്രീറ്റ് എക്യുപ്മെൻറ്റ്സ് ഫീൽഡും ഡെവലപ്പ് ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓൾ ഓവർ ഇന്ത്യ, ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യയും അവർ ഡീലർഷിപ്സും അവരുടെ എക്യുപ്മെൻറ്റ്സ് സെല്ലിങ്ങും നടക്കുന്നുണ്ട്. 51 ഡീലർഷിപ്സ് 23 സ്റ്റേറ്റിലായിട്ട് ഇന്ത്യയിൽ തന്നെ ഉണ്ട്. പിന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ, മിഡിൽ ഈസ്റ്റ് ആൻഡ് ആഫ്രിക്കയിലും അവരുടെ ഡീലേഴ്സ് ഉണ്ട്. എക്സ്പീരിയൻസ് ആയ മാനേജ്മെൻറ്റ് ടീമാണ് ഇവരുടെ പ്രൊഡക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അതുമാത്രമല്ല, അവരുടെ സ്ട്രോങ് ആയിട്ട് അവരുടെ തന്നെ ഇൻ ഹൗസ് ഡിസൈന് അതിൻ്റെ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻജിനീയറിങ് കോമ്പാബിലിറ്റീസ് അവർ തന്നെ ചെയ്യുന്നത്, സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. ഇതിൽ ഇപ്പോൾ അവരുടെ കഴിഞ്ഞ 3 കൊല്ലത്തെ 22, 23, 24 പ്രോഫിറ്റ് ആൻഡ് ലോസ് കാണിക്കുന്നത്. അല്ല, അസറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും കൂടിക്കൊണ്ട് ഇരിക്കുന്നത്. റവന്യൂ കൂടുന്നുണ്ട്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കൂടിയുണ്ട്, നെറ്റ് വർത്ത് ഏകദേശം 917 കോടിയായിട്ട് മാറിയിട്ടുണ്ട്. ബാരോവിങ് 6.23 കോടിയുടെ ബാരോവിങ്ങും ഉണ്ട്. കോമ്പറ്റേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റും BML-ഉം എസ്കോട്ട്സാണ് ഇവരുടെ കോമ്പറ്റേറ്റേഴ്സ്. അപ്പോൾ അവരുടെ ഇത് നോക്കി EPS ബേസ് നോക്കിയാണെങ്കിൽ 19.68 അജാക്സ് വരുന്നത്. ആക്ഷൻ 27.56 വരുന്നുണ്ട്, BML 67.66 വരുന്നുണ്ട്, എസ്കോട്ട്സ് 96.8 വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് നോക്കി EPS ഡിലൂട്ടഡും കാണിക്കുന്നുണ്ട്, PE റേഷ്യോയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ IPO ഇന്നാണ് ഓപ്പൺ ആവണ. ക്ലോസിംഗ് റേറ്റ് 12-ാം തീയതിയാണ്. ക്ലോസിംഗ് 12. IPO ഇഷ്യൂസ് പ്രൈസ് ബാൻഡ് 599, 629 രൂപ പെർ ഷെയറിന് വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 629 ആയിരിക്കും കട്ട് ഓഫ് പ്രൈസ്. IPO സൈസ് 1269.35 കോടിയുടെയാണ്. ഓഫർ ഫോർ സെയിലാണ് 1269. ടോട്ടലായിട്ട് ഓഫർ സെയിൽ ചെയ്യുന്നതാണ് ഞാൻ. ഫേസ് വാല്യൂ 1 രൂപ പെർ ഷെയറിന് വരുന്നുണ്ട്. IPO ഡിസ്കൗണ്ട് എംപ്ലോയീസിന് 59 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. പ്രൊമോട്ടർ ഹോൾഡിങ് IPOയുടെ മുമ്പ് 93.2% പ്രൊമോട്ടറുടെ കയ്യിൽ തന്നെയാണ് ഇതിൻ്റെ ഹോൾഡിങ് ഉള്ളത്. അപ്പോൾ മിനിമം ഒരു ലോട്ടിന് 14,467 രൂപ വരും. 23 ഷെയറിൻ്റെ ഏറ്റവും മിനിമം ലോട്ട് നമ്മൾ ഇതാവണേ. ഇത് 2 lakhs വരെ ഉള്ളത് 23 മൾട്ടിപ്ലൈയിൽ നിങ്ങൾക്ക് വാങ്ങാം. HNI ലോട്ട്സ് 14 ലോട്ട്സാണ് വരുന്നത്, 2,02,538. ബിഗ് HNI 10 ലക്ഷത്തിന് മുകളിലുള്ളവർക്ക് 70 ലോട്ട്സ് വരെ വാങ്ങാം. അലോട്ട്മെൻറ്റ് ഡേറ്റ് 13-ാം തീയതിയാണ്. റിഫണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ റിഫണ്ട് ആവുന്നത് 14-ാം തീയതി. ഡിമാറ്റിൽ ക്രെഡിറ്റ് ആവുന്നത് 14-ാം തീയതി തന്നെയാണ്. IPO ലിസ്റ്റിംഗ് ഡേറ്റ് 17-ാം തീയതി ഫെബ്രുവരി.